എന്താ പറയാൻ? അത് അച്ഛൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ? എനിക്കറിയാം. റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിയ വകയില് അമ്മാവന് ചില്ലറ കടമുണ്ട്. അത് വീട്ടാൻ എന്റെ ഒരു വസ്തു വിൽക്കണം. എന്നോട് ചോദിക്കാമല്ലോ. ചോദിച്ചപ്പോഴൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ വസ്തു ഏതെന്നോ വില എന്തെന്നോ അന്വേഷിക്കാതെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഒപ്പിട്ട് തന്നവളാ ഞാൻ. പക്ഷെ ഇതെന്റെ അനിയനും കൂടി അവകാശപ്പെട്ട സ്വത്താ. അവന് വേണ്ടി ആരും ബാധിക്കണ്ട. ചെറുപ്പം തൊട്ട് തന്തയും തള്ള ഇല്ലാത്തത് അറിയിക്കാതെ അവനെ എടുത്തു വളർത്തിയത് എന്റെ അച്ഛനാ. നിന്നെ ആ കണക്കിൽ ഞങ്ങൾക്ക് നഷ്ടേ കാണൂ. ഇല്ലടി, നിന്നെ പോലൊരു മൂദേവിയെ തലയിലേറ്റി നടക്കേണ്ടി വന്ന എന്റെ ഗതിയോട് ഓർത്താലേ. മുമ്പത്തെ ഇഷ്ടക്കാരി മതിയായി തോന്നുന്നുണ്ടാ ഇപ്പം. പാർവതി, നിനക്ക് ഇഷ്ടമില്ല അച്ഛാ, വേണ്ട. എന്റെ ആ തോട്ടത്തിന് ഇത്തിരി കടമുണ്ട്. അത് വീട്ടാവല്ലോ എന്ന് കരുതി. അതുകൊണ്ടാ വിൽക്കാവെന്ന് വെച്ചത്. വില ഉറപ്പിച്ച് അച്ചാരം വാങ്ങുകയും ചെയ്തു. അവന്റെ കയ്യിൽ ഇനി ആകെയുള്ള സ്വത്താ തൊടിയ. അവന്റെ കാര്യത്തിൽ ഞാൻ ചിലതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. സാവത്രിക്കുള്ളത് അവനുള്ളതെന്നല്ലേ. ഹരിയേട്ടാ, ആ വസ്തുവിന്റെ കാര്യത്തിൽ അച്ഛൻ ചോദിച്ചാ എന്താ പറയണ്ടേ? നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതും സമ്മതമാണെന്ന് പറഞ്ഞേക്ക്. അപ്പൊ തോട്ടം സാവിത്രിക്കുട്ടി വക അല്ലേ? 100 തവണ പറഞ്ഞില്ലേ. എന്താ തനിക്കിത്ര സംശയം? ദാ ഇവിടെ നിന്ന് ഒപ്പിട്ടുള്ളൂ ഹരി. നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? തോട്ടത്തിൽ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നം എവിടാണ്? എന്നെ തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ട് അമ്മാവൻ ഇവിടെ ചില കാര്യങ്ങൾ നടത്തിയെന്ന് അറിഞ്ഞു. എന്ത് കാര്യം? അമ്മാവൻ സാവിത്രിയുടെ കല്യാണം ഉറപ്പിച്ചോ? ഞാനത് നിന്നോട് പറയാനിരിക്കേ. നല്ല പയ്യൻ, 1-ാം തരം തറവാട്ടുകാരൻ, ദുബായിൽ വലിയ ശമ്പളമുള്ള ജോലി. പണം കണ്ടാൽ എന്ത് ചെയ്യാനും മടിക്കാത്തവരാ നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ജാതി നെറുകേട് എന്നോട് കാണിക്കരുത്. എന്ത് പറഞ്ഞാ നീ? എനിക്ക് ജീവനുണ്ടെങ്കിൽ സാവിത്രിയെ മറ്റൊരാൾ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞു മോഹിപ്പിച്ച് എല്ലാം ഉറപ്പിച്ച മട്ടിൽ മകളെ കൊണ്ട് എന്റെ വസ്തുക്കൾ എഴുതി വാങ്ങിച്ചിട്ട് ഇപ്പോ വാക്ക് മാറിയാൽ എന്ത് ചെയ്യടാ നീ? അത് ഞാൻ കാണിക്കാം. ഈ തന്തയ്ക്ക് പിറക്കാത്ത പണിക്ക് എന്ത് പറഞ്ഞ? ചേച്ചി, നിനക്ക് അങ്ങനെ ആരും ഇവിടെ ഇല്ല. കൊണ്ടായിരുന്നു മുഴുവൻ നീ ആയിട്ട് അന്യാധീനപ്പെടുത്തിയില്ലേ? വീടും കുടുംബവും എല്ലാം ആ പെണ്ണ് പറയുന്നത് കേട്ട് നീ എഴുതി കൊടുത്തു. നിന്റെ എന്ന് പറയാൻ എന്തുണ്ട് സ്വന്തമായിട്ട് കയ്യില്? സ്വന്തം അനിയൻ നാട്ടിൽ തെണ്ടി നടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ഇനി എന്റെ സമാധാനം കൂടെ കെടുത്തരുത്. ഇറങ്ങി പോടാ വെളിയില്. പൊയ്ക്കോ എവിടെങ്കിലും. സാവിത്രി, എനിക്കൊരു കാര്യം അറിയണം. നിന്റെ സമ്മതത്തോടു കൂടിയാണോ ഈ കല്യാണം നിശ്ചയിച്ചത്? മറ്റൊരാൾക്കൊരു ഭാഗ്യം വരുമ്പോ സന്തോഷിക്കുക വേണ്ടത്. ഇങ്ങനെ വഴക്കുണ്ടാക്കി മുടക്കാൻ നടക്കുന്നത് അസൂയ കൊണ്ടാ. സാവിത്രി, വെറുതെ മോഹിച്ചതുകൊണ്ടായില്ല, അതിനുള്ള യോഗ്യത കൂടി വേണം. ഹരിയേട്ടൻ എന്താ ജോലി? എന്നെ കല്യാണം കഴിച്ച് ജീവിക്കാൻ വേറെന്താ വരുമാനം? ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ കൂടെ വീട്ടുകാരെ പിണക്കി ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. എന്നെ വിട്ടേക്കൂ. ഇനി മുന്നോട്ടുള്ളതിനെ കുറിച്ചും. നിന്റെ മാത്രമല്ല കുട്ടി, ഞങ്ങളുടെ എല്ലാം കഥകൾ ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെ. എന്നെക്കുറിച്ചും ചില ചിത്രങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ അതൊന്നും ഓർക്കാൻ ഞാനൊട്ട് ശ്രമിക്കാറുമില്ല. അതൊക്കെ പോട്ടെ, ഇത് കഴുത്തിലണിഞ്ഞോളൂ. എന്താ? ഒരു രക്ഷയാ. നിനക്ക് വേണ്ടി ഞാൻ പൂജിച്ചു വാങ്ങിയതാ. നിനക്ക് വിശ്വാസം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഇതൊന്ന് കെട്ടുന്നതിൽ വിരോധം ഉണ്ടാവോ? അണ്ണാ, അവന്മാര് വരുന്നുണ്ട്. ആരെ? ആ ബാക്കിയുടെ ഗുണ്ടകള്. അവന്മാർ ഒരു കൂട്ടം ആളുകളുണ്ട്, കൈ നിറയെ ആയുധങ്ങളും. അണ്ണൻ ഇവിടെ ഉണ്ടെന്ന് അവന്മാർ അറിഞ്ഞതാ തോന്നുന്നേ. चांदनी, ये अन्ना का आदमी है. मैं बोला था ना, ये इंजीनियर है, इसे काम देना है. नाम क्या है? ശേഖർ. सर्टिफिकेट्स हैं? हाँ.
इतने मार्क्स मिलने पर भी तुम्हें कोई नौकरी नहीं मिली? बहुत कोशिश किया। क्या मैं तुम्हारा विश्वास कर सकती हूँ? हाँ जी। ओके, यू आर अपॉइंटेड. ഇവിടെ വന്നിട്ട് പോകുന്നവരെല്ലാം പണം മാത്രമേ കൊടുത്തിട്ട് പോകാറുള്ളൂ, മനസ്സ് കൊടുക്കാറില്ല. അറിയാം. ഒരിക്കൽ ജീവിതത്തിനെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നശിച്ചവളാണ്. വീണ്ടും വെറുതെ മോഹിപ്പിക്കരുത്. അല്ല, എനിക്കിഷ്ടമാണ്. ഹരിക്കറിയോ, ഒരിക്കൽ വിവാഹം കഴിഞ്ഞ പെണ്ണാണ്. ആന്ധ്രയിൽ ഏതോ ഒരു കുഗ്രാമത്തിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് സ്വന്തം ഭർത്താവ് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് വിറ്റത്. എനിക്കറിയാം. ഇവിടെ വന്നതിന് ശേഷം ഈ വീടും ഈ തെരുവും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അവൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് അവളെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞത്. ഇവിടുന്ന് ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ സന്തോഷിക്കുന്നവളാണ് ഞാൻ. ഞാനായിട്ടൊന്നും എതിർക്കുന്നില്ല. കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. എന്താ എല്ലാരും കൂടെ? ചിട്ടി പിടിച്ച കാശ് വാങ്ങിക്കാൻ ചെന്നപ്പോഴാ അവന്മാർ ഈ കടുങ്കൈ ചെയ്തത്. ചിട്ടി കമ്പനി പൂട്ടി. അവന്മാരെ ഒന്നിനെയും കാണാനും ഇല്ല. എന്നെ കാപ്പാത്തിനോ വയത്തെ പട്ടിണി പോട്ടെ, മിച്ചക്കാ തങ്കി പോട്ടെ, ഇപ്പൊ എല്ലാമേ പോച്ച്. दुकान बेच के मिला हुआ पैसा सब बर्बाद हो गया. നിങ്ങൾ ഇത് അനുഭവിക്കണം. ഇതുപോലെ മുളച്ചു വന്ന എത്ര എത്ര ബ്ലേഡ് കമ്പനികൾ ആളുകൾ ചതിച്ചിട്ടുണ്ട്. പിന്നെ അഡ്രസ്സ് പോലും ഇല്ലാതെ മുങ്ങിയിട്ടുണ്ട്. ദിവസം കേൾക്കുന്നല്ലേ ഇങ്ങനത്തെ കഥകൾ. പിന്നെ എന്തിനാ അവന്മാരെ വിശ്വസിച്ച് കാശ് കൊണ്ട് കൊടുത്തു? ഈ തള്ളയോട് ഞാൻ അന്നേ പറഞ്ഞതാ ചേരണ്ടെന്ന്. ഇപ്പൊ കിട്ടിയല്ലോ പലിശ അടക്കം. മഹാഭാവി ചവത്തി കുത്താതലാ. നിന്റെ തള്ളയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, മറ്റുള്ളവരുടെ കാര്യം ഇതിലും കഷ്ടമാണ്. നാട്ടിൽ അനിയന്മാരെ പഠിപ്പിക്കാനും പെങ്ങന്മാരെ കെട്ടിച്ചയക്കാനും അച്ഛനെ അമ്മയെ ചികിത്സിക്കാനും ഒക്കെ ഈ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അവന്മാര് പറ്റിച്ചോണ്ട് പോയത്. പോലീസ് പറഞ്ഞില്ലേ? അവര് കേട്ട ഭാവം നടിക്കുന്നില്ല. അവന്മാരെല്ലാം ചേർന്നോണ്ടായത്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ചോട്ടാ അണ്ണാ, ആരെ കമ്പനിയുടെ ആളുകൾ? ഒന്ന് ഇവിടെ വന്ന സഹദേവനാ, അങ്ങേരെ എനിക്ക് പരിചയമുള്ളൂ. കമ്പനി ഓണർ അജയ് ബാഖിയാണ്, അമറിന്റെ സഹോദരൻ. അതാണ് ആരും ഒന്നും മിണ്ടാത്തത്. എവിടെ അവരുടെ ഹെഡ് ഓഫീസ്? ചെമ്പൂര്. ആരാ അവിടുത്തെ എസ് ഐ? ഒരു ഭഗവത്. നിങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് എഴുതി അവൻ്റെ കൈ കൊടുക്കുക. ഞാൻ തന്നാണെന്ന് പറഞ്ഞു. ശരി മണി വാ. அஜய் பாக்யாவை அரெஸ்ட் பண்றது போலீஸோடைய வேலை. அதை சொல்றதுக்கு உன்ன மாதிரி ஒரு ரவுடி இங்க வர வேண்டிய அவசியம் இல்ல. ക്ഷമിക്കണം സാർ. கோடிக்கணக்கிന് രൂപ വെട്ടിച്ച ഒരാളെ. எஸ் வி நோ. நேத்து துபாய் ஃப்ளைட்ல அவன் ஏறி போயிட்டு தான் ஏர்போர்ட்ல இருந்து எங்களுக்கு தகவல் கிடைச்சிருக்கு. இதுக்கு மேல என்ன செய்ய முடியும்? സാർ, അയാളുടെ ബാങ്ക് ഡിപ്പോസിറ്റും പ്രോപ്പർട്ടീസും ഒക്കെ പിടിച്ചെടുത്തൂടെ? நோ நோ, அதெல்லாம் செய்ய வேண்டியது எங்க வேலை இல்ல. கோர்ட் தான் டிசைட் பண்ணணும். അജയ് ബാക്കിയുടെ സഹോദരനാണ് അമർ. അയാളെ അറസ്റ്റ് ചെയ്താൽ അജയെ കുറിച്ചുള്ള വിവരം കിട്ടും. நான் இங்க உட்கார்ந்து இருக்கிறது உன் சௌகரியத்துக்காக ஒவ்வொருத்தரையும் அரெஸ்ட் பண்றதுக்கு இல்ல. பாவங்களோட பணமான சார். நிறைய பணம் சம்பாதிக்கணுங்கிறதுக்காக தானே வட்டிக்கு விட்டான். பேராசப்பட்டா அப்படிதான். വക്കാലത്ത് വാങ്ങാൻ വന്നു. നിർത്തണോ? അവരെ കുറിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടി പോകരുത്. ഇതുപോലെ 2-3 വേശ്യാ തെരുവുകൾ ഈ നഗരത്തിലുള്ളത് കൊണ്ടാണ് ഒരൊറ്റ റേപ്പ് കേസ് പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യാത്തത്. അവരവരുടെ ദേഹം വിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഒരു വലിയ നഗരത്തിൽ രാത്രി 12 മണിക്ക് പോലും പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് റോഡിൽ ഇറങ്ങി നടക്കുന്നത്. അവർ വേശ്യകളായി ജീവിക്കുന്നതുകൊണ്ടാണ് തന്റെ അമ്മയും പെങ്ങളെയും ഭാര്യയും മക്കളെ ആരും കയറി പിടിക്കാത്തത്. ആരെ വയറിന് വേണ്ടി വല്ലവന്റെ കൂടെ അന്തി ഉറങ്ങി അവരുണ്ടാക്കുന്ന കാശിന് താലിവിടുത്തെ കള്ളക്കടത്തുകാരന്റെ ഗുണ്ടകളുടെ കാല് നക്കി ഉണ്ടാക്കുന്ന കാശിനേക്കാൾ വിലയുണ്ടോ? இன்னும் அதிகமா பேசுற உள்ள தள்ளிடுவேன். ரொம்ப நல்லா இருக்கு. குத்தம் பண்ணிக்கிட்டே இருக்கிறவர் வெளியில இருக்கிறார், கம்ப்ளைண்ட் பண்ண வந்தவனே உள்ள தள்ளுறாங்கறா. இது ரொம்ப நல்லா இருக்கு. நீங்க தான் சார் கரெக்ட் പോലീസ്. ഇപ്പോ ഞാൻ പോകുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ പോലീസിനെ പിടികിട്ടാത്ത പുള്ളി എന്റെ കയ്യിലുണ്ടാവും. ആ മാനേജർ സഹദേവന്റെ വീട് എനിക്കറിയാം. അവനെ പിടിച്ചാല് അജയ് ബാക്കി എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അവനും വീട്ടിലുണ്ടാവാൻ വഴി. കണ്ടവന്റെ കാശിന് ദുബായി പോവാൻ തയ്യാറെടുക്കാണ് പൊന്നുമോൻ. നിന്നെ അതിലും നല്ലൊരു സ്ഥലത്തേക്ക് ഞാൻ അയക്കാം. ഇതാ ദുബായി പോയി എന്ന് പറഞ്ഞ ആള് ഇനിയെങ്കിലും അറസ്റ്റ് ചെയ്യാം. சட்டத்தை கையில எடுத்துக்கிறதுக்கு நீ പോലീസുകാരുടെ ജോലി ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ പോലീസുകാരുടെ ജോലി ചെയ്യേണ്ടി വരും. പിന്നെ ഇവനെ നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തിനാണെന്ന് എല്ലാവരും ഒന്ന് കാണാനാ, തെളിവ് വേണമല്ലോ. പിടിച്ചോണ്ട് നിങ്ങളെ പോലുള്ള പോലീസുകാരെ ഏൽപ്പിച്ച
നാളെ ഇവനൊക്കെ മാന്യനായി പാവപ്പെട്ടവന്റെ കാശ് കൊണ്ട് വാങ്ങിച്ച ടൊയോട്ടയിലും ബെൻസിലും നടക്കുന്നത് ഞങ്ങൾ കാണേണ്ടി വരും. ഇതാ അവന്റെ പിടിച്ചെടുത്ത പണം. ഇത് എത്രയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തിരിച്ചു കൊടുക്കുമ്പോഴും അത്രയും കാണണം.